ഇതാണ് അവസ്ഥ. അയ്യോ അത് പറയല്ലേ, പുള്ളിക്ക് എരിവില്ല എന്ന് പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് നേരെ നമ്മുടെ ഐറ്റം ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആമസോണിൽ നിന്നാണ് ഐറ്റം കിട്ടിയിട്ടുള്ളത്. ആമസോണിൽ നിന്ന് ഇന്ന് 2 ദിവസം മുമ്പാണ് ഞാൻ ബുക്ക് ചെയ്തെങ്കിലും ഇന്നാണ് ഐറ്റം കിട്ടിയത്. 2 ദിവസം മുമ്പ് ബുക്ക് ചെയ്ത് ഇന്ന് ഐറ്റം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് അൺബോക്സ് ചെയ്ത് തുറന്നു. അപ്പോൾ നമുക്ക് സാധാരണ എല്ലാവരും കാണിച്ചു തരുന്ന പോലെ തന്നെ ഒരു ചിക്കൻ്റെ ഫോട്ടോ ആണ് അതിൻ്റെ ബാക്കിൽ ഫ്രണ്ടിലായിട്ട് നിങ്ങൾക്ക് കാണാം. പിന്നെ ഇത് വലിയ കാര്യമായിട്ടൊന്നും പാക്കിംഗ് ഇല്ല, ജസ്റ്റ് ഓപ്പൺ ആയിട്ടാണ് സംഭവം വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ കാര്യങ്ങൾ ഇത് കഴിക്കുന്നതിനെ കുറിച്ച് കാര്യങ്ങളും ഇതിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ കമ്പനി ഉത്തരവാദിത്തമില്ല എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എന്തൊക്കെ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ നോക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്, എന്താവുമെന്നൊന്നും അറിയത്തില്ല. ജസ്റ്റ് എങ്ങനെയാവും എന്താ കഥ എന്നുള്ളതിനെ കുറിച്ചിട്ട് യാതൊരു പിടിയില്ല. നമുക്ക് പലരും കഴിച്ചതിലും പറയുന്നു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ തുറക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വലിയ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. സംഭവം തുറന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലും പുറത്തൊക്കെ ആയിട്ട് കുറേ ആഡ് ഉണ്ട്. നമുക്ക് അതിലൊരു ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇത്രയും എമൗണ്ട് കൊടുത്തു. അപ്പോൾ ഏകദേശം 200 രൂപ 190 രൂപയാണ് ഐറ്റത്തിൻ്റെ വില. കൊടുത്തിട്ട് നമുക്ക് കിട്ടിയില്ല ഒരു പാക്ക്, ഒരു ഐറ്റം മാത്രം, ഒരൊറ്റ പീസ് മാത്രമേ ഉള്ളൂ. നമുക്ക് അവിടെ കൈയും കാലും കുറേ സാധനങ്ങളൊക്കെ കാണാം. നമുക്ക് ഒരുമാതിരി നമ്മളെ പീഡിപ്പിക്കുന്ന രീതിയിലുള്ള കുറേ സാധനങ്ങളൊക്കെ കാണാം. പക്ഷേ നമുക്ക് ആകെ ഒരു ഒറ്റ പീസാണ് നമുക്ക് ഇതിൽ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറേ കാര്യങ്ങളും ഫോട്ടോസും കുറേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കളർഫുൾ ആയിട്ടുള്ള പാക്കിങ്ങിൽ തന്നെയാണ് ഐറ്റം വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കഴിച്ച് നോക്കണം എങ്ങനെ ഇരിക്കും എന്നുള്ള കഥയൊന്നും നമുക്ക് വലിയ പിടുത്തൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് നമ്മളതൊന്ന് കഴിച്ച് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ സാധനങ്ങളൊക്കെ നമുക്ക് ഐറ്റം എടുത്ത് ബാക്കിലൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഓക്കെ. അപ്പോൾ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർ കഴിക്കുമ്പോൾ ഭയങ്കര എരിവായിട്ടുള്ള. അപ്പോൾ ഞാൻ കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഒരു 2 കുപ്പി ജ്യൂസും പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളൊക്കെ കുറച്ച് സ്വീറ്റ്സൊക്കെ വെച്ച് അതൊന്ന് മാറ്റി വെച്ചാണ്. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക, എന്താവുകയെന്നൊന്നും അറിയില്ല. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ സൈഡിലായി തുറക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമ്മൾ ആ ക്ലിപ്പ് സൈഡിലായിട്ട് ഇങ്ങനെ കീറിയെടുക്കാനുള്ളൊരു ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് വലിച്ച് കീറുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇയറിൽ തന്നെ സംഭവം വന്നു. അപ്പോൾ നമുക്ക് കാണാം ഒരു എന്താ പറയുക, ഒരു പപ്പടം അതിനുള്ളിൽ വെച്ചിട്ടുള്ള പോലെയാണ് സംഭവം ഇരിക്കുന്നത്. ഒരൊറ്റ പീസ് ഇത്രയേ ഉള്ളൂ സംഭവം. ഒറ്റ പീസിലാണ് ആയിട്ടിരിക്കുന്നത്. ഈ കാണാനാണ് ഒരു പീസ് എന്ന് പറയുന്നത്. ആ ഒറ്റ പീസുള്ളൂ. പക്ഷേ അതിൻ്റെ മുകളിൽ കുറേ പൊടിയുണ്ട്, കുറേ മസാലയാണെന്ന് തോന്നുന്നു, കുറേ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് കുറേ പൊടിയും മസാലയും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നു. സംഭവം ഇങ്ങനെയില്ല, പക്ഷെ നല്ല മണം വരുന്നുണ്ട് നമുക്ക്. ഇപ്പോൾ ഈ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല അങ്ങാടി വിളക്കൊക്കെ പൊട്ടിച്ചിട്ട് അത് പൊട്ടിച്ച് കഴിഞ്ഞാൽ മണത്ത് നോക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും നമുക്ക്. അതുപോലത്തെ ഒരു സ്മെല്ലാണ് നമുക്ക് അതിന് തോന്നുന്നത്. നല്ലൊരു കുത്തണ സ്മെല്ല് നമുക്ക് അതിനുള്ളിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളതൊന്ന് ജസ്റ്റ് സംഭവം പൊട്ടിച്ചിട്ടുണ്ട്. നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും അറിയത്തില്ല. ജസ്റ്റ് ഒന്ന് ഒരു കഷ്ണം കഴിച്ച് നോക്കുകയാണ്. ഓക്കെ, കഴിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല. എരിവുണ്ട് മക്കളെ, എരിയുണ്ട് മക്കളെ, ഒരു രക്ഷയില്ലാട്ടാ. എരിയുന്നുണ്ട് സംഭവം എരിയുന്നുണ്ട്. എന്താ പറയുക, എരിയുന്നുണ്ട്. എനിക്ക് നല്ല എരിയുണ്ട്, പറ്റില്ലാട്ട മക്കളെ, ഒരു രക്ഷയില്ല. ചെറിയൊരു കഷ്ണം കഴിച്ചപ്പോൾ തന്നെ എനിക്ക് കിളി മാറി തുടങ്ങി. കാരണം വെച്ചാൽ നല്ല എരിവുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ നല്ല എരിവുണ്ട് ഇതിൽ, വിചാരിച്ചല്ല. അപ്പോൾ ഞാനത് സ്വീറ്റ്സ് മേടിച്ച് വെച്ച് മുതലായി എന്ന് പറയാം നമുക്ക്. കാരണം വെച്ചാൽ നല്ല എരിവുണ്ട് സംഭവത്തിന്. അപ്പോൾ ഞാൻ ആ സ്വീറ്റ്സ് ഒന്നും എടുത്ത് കഴിക്കുക. കാരണം വെച്ചാൽ ഞാൻ അത്രയും വലിയ എരിവുണ്ട്. എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും എരിവൊന്നും സ്പോയിൽ ചെയ്യാൻ പറ്റാത്ത ഒരാളാണ്. എന്താ പറയുക, നല്ല എരിവുണ്ട് മക്കളെ, ഒരു രക്ഷയില്ലാത്ത എരിവാണ് സംഭവം. എൻ്റെ കണ്ണിന്ന് മുക്കുന്നൊക്കെ പുകവൻ തുടങ്ങി. ആ ലെവലിൽ എരിവാണ് എനിക്ക് എടുക്കുന്നത്. രക്ഷയില്ല, എന്താ പറയുക, ഒരു രക്ഷയില്ലാത്ത എരിവാണ് സംഭവം. അയ്യോ എന്താ പറയുക, അഭിനയിക്കല്ല, സത്യമായിട്ടും നല്ല എരിവുണ്ട്. ചെറിയൊരു കഷ്ണം കഴിച്ചപ്പോൾ തന്നെ നല്ല എരിവുണ്ട്. അതിൻ്റെ മുകളിലത്തെ പൊടിയല്ല, ആ പൊടിയാണ് നല്ല എരിവ് വരുന്നത്, മറ്റായിട്ടല്ല. അതിൻ്റെ മുകളിലത്തെ പൊടിയാണ് കൂടുതലായിട്ട് എരിവ് വരുന്നത്. എന്താ പറയുക, നാവൊക്കെ ഒരുമാതിരി കുഴഞ്ഞു തുടങ്ങിയ പോലെ നല്ല എരിവ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലത്തെ പൊടിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ജസ്റ്റ് നമ്മളതൊന്ന് കഴിച്ചു നോക്കുകയാണ്. എങ്ങനെ ഉണ്ടാവുമെന്നൊരു പിടുത്തമില്ല. ഈ ഒരു ചെറിയ കഷ്ണമാണെങ്കിലും ഒടുക്കത്തെ എരിവാണ്. ഒരു രക്ഷയില്ല മക്കളെ, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത എരിവാണ്. ഓക്കെ, നമുക്ക് കുറച്ച് വെള്ളം കുടിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ നടക്കില്ല. എന്താ പറയുക, ഇനിയിപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് നോക്കട്ടെ. വെള്ളം കുടിച്ചിട്ട് എങ്ങനെയുണ്ട് എന്ന് നോക്കട്ടെ കേട്ടോ. ജസ്റ്റ് ഒന്ന് വെള്ളം കുടിച്ച്, ഇപ്പോൾ ഒരു വലിയ സമ്മാനം ഉണ്ടെങ്കിലും നമുക്ക് നല്ല എരിവുണ്ട്. തമാശകളിൽ നിന്നല്ല, ഫിറോസിക്കൊക്കെ ഇതെങ്ങനെ കഴിച്ചെന്ന് അറിയില്ല, പക്ഷേ സംഭവം നല്ല എരിവുണ്ട്, ഒരു രക്ഷയില്ലാത്ത എരിവുണ്ട് സംഭവം. അല്ലേ, എൻ്റെ എന്താ പറയുക, എൻ്റെ കണ്ണിൽ നിന്ന് മുക്കുന്നൊക്കെ വെള്ളം വന്ന് തുടങ്ങി. ആ ലെവലിലേ എരിഞ്ഞു തുടങ്ങി എനിക്ക്. അതിൻ്റെ മുകളിലത്തെ പൊടിയൊന്ന് തട്ടിക്കളഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു വലിയ കാര്യം തോന്നില്ല എന്ന് തോന്നുന്നു. 2 കഷ്ണമാക്കി വെച്ചിട്ടുണ്ട്. അത് 2 കഷ്ണം എളുപ്പമല്ല കേട്ടോ. എന്താ പറയുക, ഒടുക്കത്തെ എരിവാണ് അതിൻ്റെ മുകളിൽ. അതിലത്തെ പൊടിയൊക്കെ ഞാൻ തട്ടിക്കളയാണ്. പൊടി കളഞ്ഞിട്ട് ആ ഒരു ഇതിൻ്റെ മുകളിൽ ഗോസ്റ്റ് പെപ്പർ എന്ന് എഴുതിയിട്ടുണ്ട്. ഗോസ്റ്റ് പെപ്പർ എന്നാണ് സംഭവത്തിനുള്ളിൽ എഴുതിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു സംഭവമാണ് അത് എന്ന് തോന്നുന്നു. പൊടി വലിയ രസമില്ലെങ്കിലും പൊടിയാണ് ഏറ്റവും കൂടുതൽ എരിവ്. അതിൻ്റെ മസാല എന്ന് തോന്നുന്ന സംഭവം അത് ഭയങ്കര എരിവാണ്. പക്ഷേ ഉണ്ടാക്കിയിട്ടുള്ള ഐറ്റം കുഴപ്പമില്ല. പക്ഷേ മസാല ഒരു രക്ഷയില്ല. അയ്യോ, എളുപ്പമില്ലാത്തൊരു എരിവാണ് മസാലയൊക്കെ വരുന്നത്. ഒരു രക്ഷയില്ലാത്ത എരിവാണ്.
എന്താ പറയുക, ഇതിങ്ങനെ സംഭവിച്ചു പോയ കാരണമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ റിയൽ വോയിസ് നിങ്ങൾക്ക് കിട്ടിപ്പോയായിരുന്നു. ഒരു രക്ഷയില്ല മക്കളെ, ഒരു രക്ഷയില്ലാത്ത എരിവാണ്. എനിക്കാണെങ്കിൽ എരിവൊന്നും അടുത്തൂടെ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അയ്യോ, ഇതുകൊണ്ടൊന്നും മതിയാവില്ല എന്ന് തോന്നുന്നു. പക്ഷെ എന്താ പറയുക, കഴിക്കാൻ പറ്റണില്ല, എരിവ് സഹിക്കാൻ പറ്റാതെ അത്ര എരിവാണ് നമുക്ക് വരുന്നത്. ഒരു രക്ഷയില്ലാത്ത എരിവാണ് സംഭവം. ഒരു കഷ്ണമുള്ളെങ്കിലും ഭയങ്കര എരിവാണ്. നമുക്ക് അങ്ങോട്ട് വിചാരിച്ച പോലെ നല്ല നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഭയങ്കരമായിട്ട് മുഖത്തും കൈമേ അവിടെ ഇവിടെ ഒക്കെ എരിഞ്ഞു തുടങ്ങി, ചൂടെടുത്ത് തുടങ്ങി, മുഖമൊക്കെ എരിഞ്ഞ് ഒരു ഇതായി തുടങ്ങി. എങ്ങനെയൊക്കെയാണെന്ന് ഒരു പിടുത്തം കിട്ടണില്ല. ആകെ പുകഞ്ഞു തുടങ്ങി ഞാൻ നിന്നിട്ട്. അയ്യോ, ഒന്നും പറയല്ലേ മക്കളെ. ആ സ്വീറ്റ്സ് കഴിക്കണ കാരണം കുഴപ്പമില്ലാണ്ട് നിൽക്കണമെന്ന് മാത്രം. നല്ല എരിവുണ്ട്. ഒരു തമാശ പറയല്ല, വീഡിയോ ഇട്ടവരൊക്കെ തമാശ പറയല്ല. ഞാൻ വിചാരിച്ചു വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷേ ഒരു രക്ഷയില്ലാട്ടോ, ഒടുക്കത്തെ എരിവാണ്. ഒടുക്കത്തെ എരിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത എരിവാണ് മക്കളെ. ഫിറോസിക്കൊക്കെ എങ്ങനെ കഴിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവണില്ല ഇതെങ്ങനെ കഴിച്ചതെന്നുള്ളത്. ഞാൻ എൻ്റെ ഒരു കഷ്ണം നമ്മുടെ ക്യാമറമാനൊന്നൊരു കഷ്ണം എടുത്ത് കൊടുത്തതാണ്. ആൾ കഴിച്ചിട്ട് ഞാൻ ആളുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആള് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കി. വലിയ കലാപമില്ല എന്നാണ് ആൾ പറഞ്ഞത്. ചെറിയ കഷ്ണം കഴിച്ചിട്ടുള്ളൂ, അത് കാരണം വലിയ കലാപമില്ല എന്നാണ് ആൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കഴിച്ച് റെസ്റ്റ് എടുക്കും. ഞാൻ ആളുടെ അഭിപ്രായം എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആകെ ചെറിയൊരു പീസാണ് വരുന്നത്, പക്ഷേ ഒരു പീസാണ് അതിലുള്ളത്. പക്ഷെ ആ ഒരു പീസ് കഴിച്ച് കഴിഞ്ഞാൽ സ്വർഗം നമ്മുടെ മുകേഷേട്ടൻ പറഞ്ഞ പോലെ സ്വർഗം മാമ സ്വർഗം എന്ന് പറഞ്ഞ അവസ്ഥയാണ്. ഒരു രക്ഷയില്ലാത്ത എരിവാണ് മക്കളെ. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത എരിവാണ് അതിൽ. ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് അതാണ്. അത്രയും വലിയ എരിവാണ്. ഞാൻ കഴിച്ചത് എനിക്ക് തോന്നുമല്ലോ, എനിക്ക് മനസ്സിലാവും എത്രത്തോളം ഉണ്ടെന്നുള്ള കേസ്. ഓക്കെ, ഞാൻ ക്യാമറമാന് വീണ്ടും ഒരു കഷ്ണം എടുത്ത് കൊടുക്കുകയാണ്. ആൾ ആസ്വദിക്കട്ടെ. ആൾക്ക് ഭയങ്കര ഇഷ്ടമായി തോന്നുന്നു. കണ്ടില്ല, ഇതാണ് അവസ്ഥ. അയ്യോ, ഒന്നും പറയില്ല. പുള്ളിക്ക് എരിവില്ല എന്ന് പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് എരിക്കുന്നുണ്ട്. കാരണം ഞാൻ എരിവ് അങ്ങനെ കഴിക്കാറില്ല. ഞാനിപ്പോൾ വീട്ടിലായാലും കറി വെക്കുമ്പോഴൊക്കെ എരിവ് അങ്ങനെ എനിക്ക് പറ്റില്ല, തീരെ പറ്റില്ല. പക്ഷെ പുള്ളി ചിലപ്പോൾ എരിവ് കഴിക്കണോണ്ടായിരിക്കാം. ആൾക്ക് ഒക്കെ അല്ലേ, സിമ്പിളാണ്, കുഴപ്പമില്ല. എന്താ അഭിപ്രായം എന്താണ്? നല്ല അഭിപ്രായം. എരിവ് കുറച്ചില്ല, കുഴപ്പമില്ല, നമുക്ക് കഴിക്കാന്നുള്ളൂ. പക്ഷേ എനിക്ക് പറ്റണില്ല, തീരെ പറ്റണില്ല. കാരണം ഇത് അഭിനയിക്കുന്നതല്ല, സത്യമായിട്ടോ എനിക്ക് പറ്റണില്ല എന്ന് പറഞ്ഞാൽ അല്ല, വലിയ പറ്റണില്ല. അത്രയ്ക്ക് എരിയുണ്ട്. കാരണം കണ്ടില്ല നിങ്ങൾക്ക് തന്നെ കാണാം. എന്താ പറയാ, എന്റെ മുഖമൊക്കെ ഒരു വിധമായി ഇടങ്ങി, ചോന്നിടങ്ങി മുഖമൊക്കെ അല്ല വെല്ലെത്തി ഇടങ്ങി. ഞാൻ എന്തുണ്ടാവാതെ അപ്പോ ഒരുവിധം ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഇത്ര നേരമായിട്ട് വലിയ കലാപമൊന്നുമില്ല, വലിയ പ്രശ്നമൊന്നുമില്ല. ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, വലിയ കലാപമൊന്നുമില്ല. എന്നിരുന്നാലും ആ ഫസ്റ്റ് ടൈം കഴിച്ചു, ഇപ്പൊ ആദ്യമായിട്ട് കഴിച്ചതുകൊണ്ടാണെന്ന് അറിയില്ല, നല്ല ഒരു എന്താ പറയാ എരിവ്. അപ്പൊ നമുക്ക് ഇപ്പൊ വലിയ കലാപമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. ചെറുതായിട്ടൊന്നും എരിയുണ്ട് അവിടെ ഇവിടെയൊക്കെ. അതെന്താ വെച്ച് കഴിഞ്ഞാല് ഞാനേ പൊട്ടിച്ചിട്ട് കൈ ഇങ്ങനെയൊക്കെ തുടച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ആയപ്പോ ഉള്ള ഒരു മേലും മുഴുവൻ ചെറുതായിട്ടുള്ള എരിയുണ്ട്. പിന്നെ നാവ് ഫുള്ള് എനിക്ക് എരിവ് അങ്ങനെ പറ്റാത്തതിനുള്ള ഒരു പ്രശ്നം. ഇത് കഴിച്ചതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ ഇത് കഴിക്കും, ഇതിനൊപ്പം നമുക്ക് തടവൊക്കെ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ നല്ല എരിവ് കിട്ടാം. അയ്യോ, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കുടിച്ചു നോക്കിയത് നല്ല എരിവെന്ന് വെച്ചാൽ പോവാട്ടാറ് പോയി. ഇത് രണ്ടെണ്ണം ഉണ്ടാകുന്ന കഴിഞ്ഞപ്പോ മൂന്നാമത്തെ കഴിക്കണേ. മതി. അപ്പൊ കേസ് അപ്പൊ നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂറത്തോളം ആയി കഴിച്ചിട്ട്, വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമ്മൾ അധികമൊന്നും കഴിച്ചില്ല, കുറച്ച് കഴിച്ചുള്ളൂ. ഞാനും ക്യാമറമാനും കൂടിയിട്ടാണ് കഴിച്ചത്. വലിയ കലാപമൊന്നുമില്ല. ആൾക്ക് 2 കഷ്ണം കഴിച്ചപ്പോൾ ആദ്യം വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പക്ഷേ ശേഷം നമ്മളിങ്ങനെ കുപ്പിയിൽ ജ്യൂസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കൊടുത്തപ്പോൾ ചെറിയൊരു പണി കിട്ടി. അതിനെ ആയിരിക്കും എനിക്ക് ഉണ്ടായതെന്ന് തോന്നുന്നു. ഞാനും കഴിച്ചിട്ട് കുറച്ച് അപ്പം തന്നെ വെള്ളം കുടിച്ചില്ല. വെള്ളം നല്ല കുടിച്ചത്, നമ്മൾ തണുത്ത ജ്യൂസാണ് കുടിച്ചത്. അപ്പൊ അത് കാരണം അപ്പം ഉണ്ടായ ഒരു ഇതൊന്നുമുണ്ട്. ചിലപ്പോൾ കൂടിയിട്ട് തണുത്തും കൂടി ചെന്നപ്പോഴുള്ള ഒരു പ്രശ്നമായിരിക്കുമോ എന്നറിയില്ല. എന്തായാലും ഒടുക്കത്തെ എരിവ് തന്നെയായിരുന്നു ഫസ്റ്റ് ടൈം. പുള്ളിക്കാരൻ എനിക്ക് ആദ്യം കഴിച്ചപ്പോൾ എരിവുണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ എന്താ പറയുക കഴിഞ്ഞാൽ, പുള്ളിക്കാരനെ കഴിച്ച് കഴിഞ്ഞ് വെള്ളം കുടിച്ചപ്പോഴാണ് എരിവ് തോന്നിയത്. എനിക്ക് അതിന് മുമ്പേ എരിവ് എന്ന് പറയും. കാരണം വെച്ചാൽ ഞാൻ അങ്ങനെ എരിവ് കഴിക്കാത്തതുകൊണ്ടായിരിക്കാം എന്താ പറയാ ഭയങ്കര എരിവ് കാര്യങ്ങളൊക്കെ തോന്നിയത്. ഇപ്പം വലിയ കലാപില്ല. പക്ഷെ ഞാൻ കയ്യിൽ ഈ പൊട്ടിച്ചാറിനെ ഇങ്ങനെയൊക്കെ വെച്ച് തേച്ചിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ എരിയുന്നുണ്ട്. ആ ഒരു പ്രശ്നം മാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ഒരു പ്രശ്നങ്ങളൊന്നുമില്ല, വലിയ കലാപൊന്നുമില്ല. എന്നിരുന്നാലും എരിവുണ്ട് മക്കളെ, എരിവുണ്ട് ഉള്ള കാര്യം പറയാലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.